പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ പാസാക്കുകയാണ് ഭരണപക്ഷം. വലിയ ബഹളം സഭയിൽ തുടരുമ്പോഴാണ് കേന്ദ്രം ബില്ല് പാസാക്കുന്നത്. നോബൽ മാരിക്കാരൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. നോബൽ, മന്ത്രി ജിതേന്ദ്ര സിംഗ് വിചിത്രമായ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് നേരെ ആ പരാമർശം നീക്കണം എന്നുള്ളതടക്കം മാത്രമല്ല, അങ്ങനെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. മറ്റൊന്ന്, ചോദ്യപേപ്പർ ചോർച്ചയുമായി എണ്ണം പറഞ്ഞുകൊണ്ട് അത്രയൊന്നും ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്നടക്കം മന്ത്രി ജിതേന്ദ്ര സിംഗ് പറയുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ സഭയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഒടുക്കം പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ പാസ്സാവുകയാണ്. റോഷ്നി, പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ കടന്നിരിക്കുന്നു. വലിയ വാദപ്രതിവാദങ്ങളാണ് ഇന്ന് ദിവസം ലോക്സഭയിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അത് വലിയ തരത്തിൽ ഭരണപക്ഷത്തെ പ്രകോപിപ്പിച്ചു. വലിയ തരത്തിൽ ഭരണപക്ഷ അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നു. പ്രതിപക്ഷവും പ്രതിഷേധവുമായി എഴുന്നേറ്റത്തോടെ വലിയ തരത്തിൽ സഭ പ്രക്ഷുബ്ധമാവുന്ന കാഴ്ചയാണ് നമുക്ക് ഒരു 12:30 മുതൽ കാണാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി പല ഘട്ടങ്ങളിൽ പറഞ്ഞ ചോദ്യപേപ്പർ ചോർച്ച, അതോടൊപ്പം തന്നെ പ്രധാനമായും വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വലിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വലിയ തരത്തിൽ അദ്ദേഹത്തെ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത്. അത് ഭരണപക്ഷത്തെ ചൊടിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിനു പിന്നാലെ സഭ നിർത്തിവെക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഏതാണെങ്കിലും അല്പം മുമ്പ് വീണ്ടും സഭ പുനരാരംഭിച്ചപ്പോൾ ചർച്ചകൾ പൂർത്തിയായെന്നും ബിൽ പാസ്സാക്കാൻ വേണ്ടി മൂവിയാണെന്നുമെന്ന് കൃത്യമായി തന്നെ ജിതേന്ദ്ര സിംഗ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ സഭയിൽ വിശദമായ മറുപടി പ്രസംഗം മന്ത്രിയുടെ ഭാഗത്തുണ്ടായി. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ അടക്കം വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രി രംഗത്തേക്ക് വന്നത്. ആരെയും വെടിവെച്ചിട്ടില്ല, വെടിവെക്കാൻ ഉത്തരവിട്ടിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിയുടെ ഭാഗത്തുണ്ടായി. ഒപ്പം നേരത്തെ രാഹുൽ ഗാന്ധി വലിയ വിമർശനം ഉന്നയിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭയന്ന് ഓടുകയാണ്. 30 അകമ്പടിക്കാറുകളുടെ വാഹനത്തിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചു. അതിലേക്ക് പൂർണ്ണമായും ജിതേന്ദ്ര സിംഗ് എന്താണെങ്കിലും തള്ളുകയാണ്. ഒപ്പം പ്രിയങ്ക ഗാന്ധി 152 പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നു എന്ന പരാമർശം നടത്തിയിരുന്നു സഭയിൽ. അതും തെറ്റായ വ്യാജ പ്രചരണമാണ്, കള്ള പ്രചരണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. ബില്ലിന് മറുപടി പറഞ്ഞ മന്ത്രി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ഈ ബില്ല് ചർച്ചയ്ക്ക് എന്താണെങ്കിലും അവസാനം കുറിച്ച് ഇപ്പോൾ നിലവിൽ ബില്ല് സഭ ശബ്ദ വോട്ടോടെ പാസ്സാക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇനിയിപ്പോൾ രാജ്യസഭയിൽ നാളെ ബില്ല് എത്തുകയാണ്. ലോക്സഭയിൽ എന്താണെങ്കിലും സംഭവബഹുലമായിരുന്നു ഇന്നലെയും ഇന്നും എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ തരത്തിൽ ചർച്ച ഏറെക്കുറെ 10 മണിക്കൂറിലധികം നീണ്ടുപോകുന്ന ചർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ചർച്ചയ്ക്ക് ഒടുവിൽ ഇപ്പോൾ ബില്ല് ലോക്സഭ കടന്നിരിക്കുന്നു. ഇപ്പോൾ നാളെ രാജ്യസഭയിലേക്ക് ബില്ല് എത്തുകയാണ്. ശക്തമായ പ്രതിഷേധം ഉണ്ടായി. രാഹുൽ ഗാന്ധിയുടെ ഇഡിയറ്റ് പരാമർശം അടക്കം സഭാരേഖകളിൽ നിന്ന് നീക്കുന്ന സാഹചര്യം ഉണ്ടായി. അവസാന മണിക്കൂറിൽ പ്രത്യേകിച്ച് നേരത്തെ സഭ തുടർച്ചയായി തടസ്സപ്പെട്ടതിന് പിന്നാലെ ഇന്നിപ്പോൾ കിരൺ റിജിജുവിനെയും പ്രിയങ്ക ഗാന്ധിയെയും സ്പീക്കർ ചേംബറിലേക്ക് വിളിച്ച് ചർച്ച നടത്തിയിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ബില്ല് ശബ്ദ വോട്ടോടെ പാസ്സാക്കിയിരിക്കുന്നത്. മാത്രമല്ല, നോബൽ, രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ഓരോ പരാമർശങ്ങളും ജിതേന്ദ്ര സിംഗ് നടത്തുന്നുണ്ടായിരുന്നത്. കാരണം നേരത്തെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, അതായത് കുട്ടികൾക്ക് നേരെ വെടിയുതിർത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുമതി നൽകി എന്നുള്ള കാര്യം, അതുപോലെ RSS ആണ് വിദ്യാർത്ഥികളുടെ യഥാർത്ഥ ശത്രു എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശം, എല്ലാം അറിയാമെന്ന് കരുതുന്നവർ വിഡ്ഢികളാണെന്നടക്കം രാഹുൽ പറയുകയായിരുന്നു. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾക്ക് ജിതേന്ദ്ര സിംഗ് മറുപടി പറയുകയായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാത്തതിലുള്ള നിരാശയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പാർലമെന്റിന്റെ അടിസ്ഥാന തത്വങ്ങൾ പോലും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. ഒരു മന്ത്രിയും വെടിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ല. ആഭ്യന്തരമന്ത്രിക്ക് 30 കാറിന്റെ അകമ്പടിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മന്ത്രി ജിതേന്ദ്ര സിംഗ് പറയുകയായിരുന്നു, അല്ലേ? റോഷ്നി, തീർച്ചയായും രാഹുൽ ഗാന്ധി വലിയ ആരോപണങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ നടത്തിയത്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് വിദ്യാർത്ഥികളെ വെടിവെക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ടത് എന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു. അതും വലിയ തരത്തിൽ സഭയെ പ്രക്ഷുബ്ധമാക്കി നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഭയിൽ എത്താത്തതിനെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തു. അതോടൊപ്പം 30 അകമ്പടി വാഹനങ്ങളുടെ പിന്തുണയോടെയാണ് അമിത്ഷാ സഞ്ചരിക്കുന്നത്. അപ്പോഴും അദ്ദേഹം ഭയന്ന് വിറയ്ക്കുന്നതടക്കമുള്ള പരാമർശങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ RSSുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയെ RSS പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, സർവകലാശാലകളുടെ VC-മാർ എല്ലാം RSSനെ പിന്തുണയ്ക്കുന്നവരാണ് തുടങ്ങിയ പരാമർശങ്ങളൊക്കെ രാഹുൽ ഗാന്ധി എന്താണെങ്കിലും ഉന്നയിച്ചതാണ്. ചർച്ചയ്ക്ക് മറുപടി നൽകിയ ജിതേന്ദ്ര സിംഗ് പൂർണ്ണമായും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ തള്ളിക്കൊണ്ടാണ് ഈ മറുപടി നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രതിപക്ഷം കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയും ഒപ്പം തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് എന്നാണ്. രാഹുൽ ഗാന്ധിക്ക് നിരാശയാണ് എന്നുകൂടി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. കാരണം പ്രധാനമന്ത്രിയാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, അതിന്റെ നിരാശ രാഹുൽ ഗാന്ധിക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയാണെന്നാണ് ഇതിൽ കേന്ദ്ര സർക്കാർ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 152 ചോദ്യപേപ്പറുകൾ ചോർന്നു എന്ന് പല ഘട്ടങ്ങളിൽ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചാണ്. നേരത്തെ രാഹുൽ ഗാന്ധി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലടക്കം ഇക്കാര്യം പ്രതിപാദിച്ചത്. പക്ഷേ അതും വ്യാജ പ്രചരണമാണ് എന്താണെങ്കിലും വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ ദൗർഭാഗ്യകരം എന്ന്
ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കുന്നു. പ്രതിപക്ഷം ഒരു നിർദ്ദേശം പോലും ഈ ബില്ലിൽ മുന്നോട്ട് വെച്ചില്ല എന്നാണ് അദ്ദേഹത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം. രാഷ്ട്രീയ ആയുധമാക്കി മാത്രമാണ് വിദ്യാർത്ഥികളെ പ്രതിപക്ഷം കാണുന്ന അടക്കമുള്ള വിമർശനങ്ങളും എന്താണെങ്കിലും ഇപ്പോൾ ജിതേന്ദ്ര സിംഗിന്റെ ഭാഗത്ത് നിന്ന് വന്നു. അതിന് പിന്നാലെയാണ് ബില്ല് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത്. ബില്ല് ലോക്സഭ കടന്നിരിക്കുന്നു. ഇനിയിപ്പോൾ രാജ്യസഭയിലേക്ക് നാളെ ബില്ലെത്തുകയാണ്. രാജ്യസഭയിലും സ്വാഭാവികമായും ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ വലിയ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉയരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് എതിരായ അതിക്രമം അടക്കമുള്ള വിഷയങ്ങൾ രാജ്യസഭയിൽ പ്രതിപക്ഷം ശക്തമായി തന്നെ ബില്ലിന്റെ ചർച്ചാവേളയിൽ ഉന്നയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോഷ്നി. ഓക്കെ, നോബൽ മാരിക്കാരനാണ് സഭയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അങ്ങനെ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് ശബ്ദ വോട്ടോടുകൂടി പാസ്സായിരിക്കുകയാണ്. വലിയ പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് ബില്ല് പാസ്സാക്കിയത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ജിതേന്ദ്ര സിംഗ്, രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ, അതിൽ ഇഡിയറ്റ് എന്നുള്ള പരാമർശം നീക്കണമെന്ന് പറയുകയുണ്ടായി. മാത്രമല്ല, ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങളെ ജിതേന്ദ്ര സിംഗ് അതിനുള്ള മറുപടിയിലൂടെ അങ്ങനെ ഇല്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം കൂടി നടത്തുകയാണ്. വിചിത്രമായ ചില കാര്യങ്ങളും ജിതേന്ദ്ര സിംഗ് സഭയിൽ പറയുകയായിരുന്നു. എന്തായാലും നിലവിൽ ബില്ല് ശബ്ദ വോട്ടോടെ പാസ്സായി.